இது எல்லாம் வந்து வாங்குறாங்களா? സാധനങ്ങൾ വാങ്ങുறாங்க സാധനങ്ങൾ ലൈനിക്ക് വെച്ചാലെല്ലാം அப்படியே. ബൊക്കാപുരം ക്ഷേത്രത്തിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബൊക്കാപുരത്തിന്റെ ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള ഒരു വലിയൊരു ആൽമരത്തിന്റെ ഇപ്പൊ ഇതിന്റെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഇവിടെ മസനഗുഡി ടൗണിൽ ആകെ ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് പിന്നെ പോകണമെങ്കിൽ ഊട്ടി ചെല്ലണം, അല്ലെങ്കിൽ ഗൂഡല്ലൂർ ടൗണിലേക്ക് പോകണം. അതല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് കർണാടക ബോർഡർ ഉണ്ട് അപ്പുറത്ത്, പിന്നെ ഗുണ്ടൽപേട്ട്, അവിടെ നിന്നൊക്കെ പെട്രോൾ അടിക്കേണ്ടി വരും. മസനഗുഡി ടൗണ് കഴിഞ്ഞിട്ട് പോകുന്ന റോഡാണിത്. ഇത് പോകുന്നത് നേരെ പോകുന്നത് കല്ലട്ടി ചുരം കയറി ഊട്ടിയിലേക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഇവിടെ എല്ലാ വർഷവും ഭയങ്കര വിപുലമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു പ്രദേശമുണ്ട്, ബൊക്കാപുരം. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഉത്സവ സീസണൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഓഫീസിനായിട്ട് ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അവിടെ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നൊക്കെ പോയി കണ്ടിട്ട് മസനഗുഡി ഊട്ടി റോട്ടിലൂടെ അത്ഭുതം മുന്നോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞു പോകുന്നത് നേരെ നമ്മുടെ ബൊക്കാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ബൊക്കാപുരം ഒരു 3 കിലോമീറ്ററോളം ഇവിടുന്ന് യാത്ര ചെയ്താൽ അങ്ങകലെ കാണുന്ന മലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. അവിടെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ ഉത്സവം നടക്കുന്നൊരു സ്ഥലമാണ്. ഈ പോകുന്ന റോഡിന്റെ ഇരുവശവും കാണുന്നത് വനം തന്നെയാണ്. ഇതും വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു വനം പ്രദേശം തന്നെയാണ്. ഈ മസനഗുഡിയിൽ നിന്നും ബൊക്കാപുരത്തേക്ക് പോകുന്ന ഈ ഒരു 3 കിലോമീറ്ററോളമുള്ള ഒരു യാത്ര വളരെ രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. കാരണം ഈ വനത്തിന്റെ അകത്തൂടെ വീതി കുറഞ്ഞ ഈ റോഡിലൂടെ നിരന്ന പ്രദേശത്തിലൂടെയുള്ള ഒരു മനോഹരമായ ഒരു യാത്ര. ഈ യാത്ര നേരെ ഒരു 3 കിലോമീറ്റർ പിന്നിട്ട് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ഈ ബൊക്കാപുരം എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ കുറച്ച് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം. കൃഷിയും അത് സംബന്ധമായിട്ടുള്ള ജോലികളും റിസോർട്ട് വ്യവസായങ്ങൾ ഇവിടെ വളരെ വിപുലമാണ്. അത് റിസോർട്ടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. ബൊക്കാപുരം ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന്റെ വഴി ഒരു ഇടവഴിയിൽ വണ്ടി നിർത്തിയതാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ബൊക്കാപുരം ക്ഷേത്രം ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ പോയാൽ ബൊക്കാപുരം ക്ഷേത്രമായി. അപ്പൊ തൊട്ടടുത്ത് ഇതേപോലത്തെ ഒരു സീനിക് ആയിട്ടുള്ളത് ഇവിടുന്ന് കാണുന്നത് ഈ മലയാണ്. ഇത് നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ഒരു മലയാണ്. ഈ നീലഗിരി ജില്ലയിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ തന്നെ പ്രശസ്തി നേടിയ ഒരു ഉത്സവം നടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പം നമ്മൾ ചെന്നെത്തിയിരിക്കുന്ന ഈ ബൊക്കാപുരം ക്ഷേത്രം. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് എന്ന് പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വന്ന് സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശം. ഈ
ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ ചുറ്റുഭാഗവും ഒരു മൈതാനത്തിൻ്റെ ആകൃതിയിലാണ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കുക. കാരണം ഈ ഉത്സവം നടക്കുന്ന സമയത്ത് വരുന്ന അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം പോലെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗവും. ബൊക്കാപുരം ക്ഷേത്രത്തിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബൊക്കാപുരത്തിന് ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള ഒരു വലിയൊരു ആൽമരത്തിന്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. എൻ്റെ പുറകിലുള്ളതാണ് ഈ ക്ഷേത്രം. ഇതിന്റെ ചുറ്റുഭാഗമല്ല, ഒരു വശം, ഒരു സൈഡ് ഫുള്ളായിട്ട് മലകളാണ്. அது எல்லாம் வந்து வாங்குறாங்களா? அது சாப்பிட்றவங்க வாங்குறாங்க, சாப்பிடாதவங்க லைனுக்கு வச்சதெல்லாம் அப்படியே. இப்போ வெளியிருந்த ஆளுங்க வராங்கல்ல, அவங்களுக்கு வந்து இது மொத்த டைம் பார்க்குற மாதிரி இருக்கும். அவங்க விரும்பி வாங்குவாங்களா? இது வாங்குவாங்களா? சாப்பிட்டு தெரிஞ்சவங்க வாங்குவாங்க, தெரிஞ்சவங்க வாங்குவாங்க. தெரியாதவங்க வாங்குவாங்க. இது என்ன பழம்? இது இதான் அந்த செடியில, அந்த கள்ளி செடியில இருக்க அந்த முள் செடியில இருக்கிற பழம்ல. இது முள்ளு செடி, இது முள்ளு செடி. இது முள்ளு செடியில இருந்ததுங்க. അപ്പോൾ ബൊക്കാപുരം അമ്പലത്തിന്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ ഇവിടെ വന്നതിന്റെ ശേഷമാണ് അറിഞ്ഞത് ഈ മാസം ഇനി ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ ഉത്സവം തുടങ്ങുമ്പോൾ ഇവിടെയൊക്കെ ഈ കാണുന്ന പോലെ ആയിരിക്കില്ല. പറ്റിയ ആ സമയത്ത് വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ എടുക്കണം എന്നൊരു ഇതുണ്ട്, അപ്പോഴത്തെ സാഹചര്യം പോലെ. ക്ഷേത്രത്തിൻ്റെ ഏതാനും കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് യാത്ര തിരിച്ച് ഇനി നേരെ പോകുന്നത് മസനഗുഡി ഭാഗത്തേക്ക് തന്നെയാണ്. മസനഗുഡി ഭാഗത്തേക്ക് പോയി അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഈ ഭാഗത്തുകൂടെ ഒക്കെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ പിന്നെ മുള്ളുചെടി. കള്ളിച്ചെടി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതിലുള്ള പഴത്തിന് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഈ പഴം പറിച്ച് തിന്നൽ അത്ര ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഈ പഴത്തിലും മുള്ളുണ്ടാവും, ഈ പഴത്തിന്റെ അകത്ത് ഒരു വിത്തുണ്ട്, ആ വിത്തിന്റെ അകത്തും മുള്ളാണുള്ളത്. അത് സൂക്ഷിച്ച് മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു പഴമാണ്. അപ്പോൾ ഇപ്പൊ ഈ വരുന്ന വഴിക്ക് ഈ ചെടിയിൽ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞപ്പോൾ 2 പഴം കണ്ട്. അപ്പോൾ ഏതായാലും അത് ഒന്ന് പറിച്ച് നോക്കാം എന്ന് വിചാരിച്ച് ഇപ്പൊ ഞങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അതൊന്ന് പറിച്ചിട്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ കഴിക്കേണ്ട എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂക്ഷിച്ച് പിടിക്കാൻ മുള്ളു ചെടിയിൽ എവിടെ തൊട്ടാലും മുള്ള് കൈ കയറും. മുൾച്ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഈ പഴത്തിന്റെ അകത്തും പുറത്തും എല്ലാം ചെറിയ ചെറിയ മുള്ളുകളുള്ള ഒരു പഴമാണ്. അപ്പോൾ ഈ പഴം കഴിക്കുന്നതിന് മുമ്പ് അതിലുള്ള മുള്ളുകൾ കല്ലുകളിലോ മറ്റോ ഉരച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കമ്പിളിപ്പുഴുവിൻ്റെ ഒക്കെ ദേഹത്തിരിക്കുന്ന പോലത്തെ ചെറിയ തരം ഒരു മുള്ളാണ് ഇതിൻ്റെ ഈ പഴത്തിൻ്റെ പുറത്ത് മൊത്തം ഇരിക്കുന്നത്. നമ്മൾ ഈ പഴം ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൈകളിലൊക്കെ അതിൻ്റെ മുള്ള് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫ്രൂട്ടിന്റെ ഉള്ളിലുള്ള നമ്മൾ കഴിക്കുന്ന ഭാഗം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
പ്ലംസ് തിന്ന പോലെ ഉണ്ട്. വേറെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. പ്ലംസിന്റെ അത് സെയിം രുചിയാണ്. ആ ഫ്രൂട്ട്സ് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈന്റെ അവസ്ഥ ഉണ്ടോ, ഇത്രയ്ക്കും കട്ട ചോപ്പ് കളറാണ് അതിൻ്റെ അകത്ത്. കള്ളിച്ചെടിയിൽ നിന്ന് കിട്ടുന്ന ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ മസനഗുഡിയിലേക്കുള്ള യാത്ര തിരിച്ച്. മസനഗുഡിയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രധാന കാർഷികോൽപ്പന്നമായ പിന്നെ പശു വളർത്തൽ കേന്ദ്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതും കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ പ്രധാന കൃഷി ഇനങ്ങളായിട്ടുള്ള പച്ചക്കറി കൃഷികൾ നടക്കുന്ന പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതും പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് ഇവിടുത്തെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന തെരുവുകളിലേക്കാണ്. ആ തെരുവുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ ടൗണിന് സമാനമായ, ടൗണിൽ ജനങ്ങൾ എങ്ങനെയാണോ തിങ്ങി താമസിക്കുന്നതിന് സമാനമായ രീതിയിൽ സാധാരണ വീടുകൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഈ കൊച്ചു കൊച്ചു വീടുകൾ, ആസ്പെറ്റസ് ഷീറ്റിൻ്റെ മേൽക്കൂരകളുള്ള ചെറിയ തെരുവുകളിലുള്ള കൊച്ചു കൊച്ചു വീടുകൾ, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്തിലേക്കാണ് നമ്മൾ പിന്നീട് ചെന്നെത്തുന്നത്. മസനഗുഡി ടൗണിൽ നിന്ന് അകത്തേക്ക് പോകുന്ന ചെറിയ ഊടുവഴികളിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതുവഴി പോകുമ്പോഴാണ് ഇവിടുത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുക. തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മസനഗുഡിയുടെ കുറച്ച് വിദൂര പ്രദേശങ്ങൾ, അതൊരു 6-7 കിലോമീറ്റർ അകലെയുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലേക്കൊക്കെ ചെന്ന് അവിടുത്തെ മനുഷ്യരുടെ ജീവിതം ഒക്കെ നേരിട്ട് കാണണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എൻ്റെ യാത്ര തുടരുന്നത്. ഇപ്പോൾ ഇത് മസനഗുഡി ടൗണിലേക്ക് അടുക്കുകയായി. ഇനിയുള്ള എപ്പിസോഡുകളിൽ ഞാൻ അടുത്ത പ്രദേശത്തേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് കാത്തിരിക്കുക. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക.